രസം പലതരം. രസത്തിന് ചേർക്കുന്ന സ്പൈസസിൻ്റെ പ്രത്യേകത കൊണ്ടാണ് രസത്തിന് നല്ല ടേസ്റ്റും ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ളത്. അതിൻ്റെ കൂടെ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ബീട്രൂട്ട് കൂടി ചേർക്കുമ്പോൾ ഗുണം ഇരട്ടിയാകും. രുചികരമായ ബീട്രൂട്ട് രസമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഗുണവും രുചിയും ഒന്നിക്കുന്ന ബീട്രൂട്ട് രസം തയ്യാറാക്കാനായി ചെറിയൊരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. കൂടെ തന്നെ ഒരു പാത്രത്തിൽ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുക്കുക. 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഷാലറ്റ്സ്, ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് ഇളക്കുക. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായ 1/2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി എന്നിവയിട്ട് ഇളക്കുക. ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉലുവ ഇട്ടാലും മതി. ഇനി ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇളക്കുക. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം അരച്ച് ചേർത്താലും മതി. ഇനി ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരണം. അത് കഴിയുമ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെള്ളം കുറവായ ബീട്രൂട്ടാണെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാവൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കണം. ഇപ്പം 1/4 ഭാഗത്തോളമൊക്കെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂണ് കുരുമുളക് ഇടണം. കുരുമുളക് മസ്റ്റായിട്ടും ചേർക്കണം. അത് ഈ രസത്തിന് നല്ല രസം നൽകും. ഇനിയും റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ടരിഞ്ഞ ഒരു തക്കാളിയുടെ ഇടുക. തക്കാളിയുടെ എണ്ണം പുളിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കറിവേപ്പിലയും ഇടുക. ഇളക്കിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കുക. ഇനിയും ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കണം. ഇത് അടച്ചു വെക്കുക. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ പുളിവെള്ളത്തിൽ എല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് കിട്ടും. തുറന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും അവരവരുടെ താല്പര്യം അനുസരിച്ച് കൺസിസ്റ്റൻസി ശരിയാക്കാൻ വേണ്ടി ചൂടുവെള്ളം ചേർക്കുക. ചൂടുവെള്ളം ചേർത്ത ശേഷം വീണ്ടും തിളപ്പിക്കുക. കൂടുതൽ ലൂസാക്കി വേണ്ടവർ കൂടുതൽ ചൂടുവെള്ളം ഒഴിക്കുക. ഇനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർക്കുക. നന്നായി ഇളക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയം മല്ലിയില ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ വീണ്ടും കറിവേപ്പിലയാണ് ചേർത്തത്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുക. ഇവിടെ വളരെ ടേസ്റ്റിയും ഗുണമേന്മയുള്ള ബീട്രൂട്ട് രസം തയ്യാറായി. കാണാനും കഴിക്കാനും നല്ലതായ രസം നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഈ രസം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.